ബാധ്യതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അത് സ്വന്തമായി താങ്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു ബാധ്യതയല്ലല്ലോ. താങ്കളുടെ മക്കളെ വളർത്തി അമ്മയെ നന്നായി നോക്കണമെന്ന് ആഗ്രഹിച്ചു, ഭർത്താവിനൊപ്പം ഒരു നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അമ്മയുടെ ഈ പ്രായാധിക്യവും താങ്കൾ നേരത്തെ പറഞ്ഞ വാർദ്ധക്യമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന പിടിവാശിയും ബുദ്ധിമുട്ടും അതൊക്കെ മാത്രം ഒരു ജീവിതം മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ബാധ്യതകൾ താങ്കൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചതല്ലല്ലോ. അല്ല, ബാധ്യതകൾ ഒരു ബാധ്യത തീർക്കാൻ അടുത്ത കടം വാങ്ങിക്കും, അത് തീർക്കാൻ കാരണം കൊടുക്കൽ വാങ്ങൽ നമ്മൾ സത്യസന്ധരായിരുന്നെങ്കിൽ ആരെങ്കിലും തരത്തുള്ളൂ. പക്ഷെ അതൊന്നും ഇപ്പൊ അവർ അംഗീകരിക്കാൻ എന്റെ ഇളയ മകനായിട്ട് എനിക്കൊന്നും 1 രൂപ പോലും ബാധ്യത വരുത്തിയിട്ടില്ല. മൂത്ത മകന് വേണ്ടിയിട്ട് വാങ്ങിച്ച, പക്ഷെ അതിന്റെ പലിശ അവൻ വാങ്ങിച്ച പൈസയൊക്കെ പിന്നീട് അവൻ ഉണ്ടായപ്പോ തന്നു, അവന്റെ കയ്യിൽ കാശ് കിട്ടിയപ്പോ തന്നു. പക്ഷെ അതുവരെ ഞാൻ കൊടുത്ത പലിശ കാശോ ഒന്നും എനിക്ക് തന്നില്ല. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ബാധ്യത എടുക്കും. കൂടുതൽ ഒരു 4 ലക്ഷം രൂപ എനിക്ക് ഇപ്പോഴും ബാധ്യതയുള്ളൂ. അതിൽ പകുതി ഇളയ മോനോട് ഒരു ലോൺ എടുപ്പിച്ച, ബാക്കിയുള്ള എനിക്ക് പുറത്ത് കടവ്. 4 ലക്ഷം രൂപ എനിക്ക് കടവ് ഇപ്പോഴും. പക്ഷെ അതവര് വലിയൊരു ബാധ്യതയായി. 4 ലക്ഷം രൂപയുടെ ഒരു വിലയെ എനിക്കുണ്ടു. എനിക്ക് 2 ലക്ഷം രൂപയെ മോനോട് ഞാൻ ലോൺ എടുത്തിട്ടുള്ളൂ. ആ 2 ലക്ഷം രൂപയുടെ വിലയെ എനിക്കുള്ളൂ. ആ 2 ലക്ഷം രൂപ ലോൺ എടുപ്പിച്ചപ്പോൾ മുതൽ എന്നോട് മക്കളകന്നു, ഭർത്താവ് അകന്നു. അതെന്ന് പറഞ്ഞാൽ അവര് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടിയായി, പിന്നെ എന്ത് ചെയ്താലും ഒരു കണക്കുകള്. അതായത് ഞാൻ ആരുമല്ല, ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, മര്യാദയ്ക്ക് നിന്നാ മതി, മനസ്സുണ്ടെങ്കിൽ നിന്നാ മതി. ഇങ്ങനെ എന്തോ എന്നെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഞാൻ ആരുമല്ലാത്തൊരവസ്ഥയായി. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. കാരണം ഞാൻ ജീവിച്ചതും ഇതുവരെ കഴിഞ്ഞതൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട്, ഒരു 2 വർഷം മുമ്പ് ഞാൻ ആരുമല്ല, ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടണം, ഇവിടുന്ന് പോകണം അങ്ങനൊരു തീരുമാനം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും അമ്മയിലൂടെയും എല്ലാം കൂടെ വന്നപ്പോ സഹിക്കാൻ പറ്റാതായി. ടോർച്ചറിങ് ഒരുപാടുണ്ടായി എനിക്ക്. വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും സംസാരിക്കുന്നതും ചോദിക്കുന്നതും. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം വീണ്ടും അഭിനയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സ്വന്തമായിട്ട് കുറേ ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം ശരിയാണ് എന്ന കാര്യവുമായി മുന്നോട്ട് പോകുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് വിഷമിക്കുകയല്ല വേണ്ടത്, ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും അതിൽ സന്തോഷമുണ്ട്. 18-ലധികം സിനിമകളെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ വേഷങ്ങളിൽ ചേച്ചിയെ കണ്ടു. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? സഹായിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ കുറച്ച് പേര്. സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ ഈ സിനിമയിലുള്ളവരൊക്കെ തന്നെയാണോ? സുഹൃത്തുക്കളായിട്ട് സിനിമയിലുള്ളവർ ആരോടും ഞാൻ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്റെ നാട്ടിൽ തന്നെ ഒരുപാട് എന്റെ അമ്മയെ നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ എന്റെ യോഗ ടീച്ചറുണ്ട്. അങ്ങനെ കുറെ നല്ല സുഹൃത്തുക്കൾ, എല്ലാ തരത്തിലുള്ള കലാകാരന്മാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്റെ കൂടെ സീരിയലിൽ അഭിനയിച്ചവര്, നാടകത്തിൽ അഭിനയിച്ചവര്. പിന്നെ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ അന്ന് എന്നെ ചികിത്സിച്ച ഡോക്ടർ, അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്ന്. പക്ഷെ എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടില്ലല്ലോ. അതാണ് ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നത്. ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ലല്ലോ. ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ജോലി അറിയാവുന്ന ആരും വിളിക്കുന്നില്ലല്ലോ. ആ ഒരു സങ്കടമായിരുന്നു. അത് എനിക്ക് മാഡം പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ആ ജോലി കിട്ടിയതില്. എന്നെ ഏഷ്യനെറ്റിലേക്ക് വർക്കിന് വിളിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആഗ്രഹിച്ചതിനെ കൂടുതൽ നല്ലൊരു വേഷം ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് മതി. എന്റെ കടങ്ങൾ വീട്ടി സ്വസ്ഥമായാൽ മതി. പിന്നെ എന്തെങ്കിലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, എപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്കൊരു വീട് സ്വസ്ഥമായിട്ട്, എനിക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ എനിക്കും എന്റെ അമ്മയ്ക്കും കഴിയാൻ പറ്റും. വീട് സ്വപ്നം, അതെന്റെ കാലശേഷം ഗാന്ധി ഭവനവും അത് മാത്രം എനിക്കിപ്പോ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഇതുണ്ടായി, ഒരു സ്വപ്ന ഭവനം ഉണ്ടാവും. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചതാണ് ഗാന്ധി ഭവൻ. എന്നെ സ്വീകരിക്കാൻ അവർ ഒരു നേരിക്കണം. എന്റെ മക്കൾക്ക് ജോലിയുണ്ട്, എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവർക്ക് എന്നെ സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ സാഹചര്യം മനസ്സിലാക്കി എന്നെ സ്വീകരിച്ച് എന്നെ ഇതുവരെ നടത്തുക അവരായി, ഈ നിമിഷം വരെ നടത്തുന്നവരായി. ഈ 1 വർഷക്കാലമായി ഇവിടെ വന്നിട്ട് എന്റെ മക്കള് 1 രൂപ കൊണ്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി തന്നെ എന്റെ അമ്മ അവരെ അതുപോലെ വളർത്തിയതാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, എത്ര വഴക്കുണ്ടായാലും ഞാൻ അവരുടെ അമ്മുമ്മയല്ലെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അവരുടെ അമ്മയാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇത് അമ്മച്ചിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ എന്റെ മക്കൾ ചോദിച്ചിട്ടില്ല, തന്നിട്ടില്ല. 2 പ്രാവശ്യം, ഓരോ പ്രാവശ്യം 2 മക്കൾ ഇവിടെ വന്നിട്ട് അവര് വലിയ പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ട് പോയി. പക്ഷെ എന്താ വേണ്ടെന്ന് പോലും, ഒരു ഓറഞ്ച് കഷ്ണം, ഒരു ബിസ്ക്കറ്റ് കഷ്ണം പോലും
എന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഗാന്ധികം അതെല്ലാം ചെയ്തു. അവർക്കത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്ക് മക്കളുണ്ട്. മക്കളുമായിട്ട് ഞാൻ പിണങ്ങിയല്ല പോകുന്നത്, ഭർത്താവുമായിട്ട് പിണങ്ങിയല്ല പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം എന്റെ ഭർത്താവിനെയും കൂടി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹത്തിന് വയ്യാണ്ടായിരുന്നു. ഞാൻ അത്രയേറെ എന്റെ കടമകൾ ചെയ്ത ഒരാളാണ്. എന്നെ ഇത്ര നിഷ്കരണമായിട്ട് തള്ളിയത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. വിഷമമാണ്. പിന്നെ എന്നെ തിരിച്ചറിവില്ലാത്ത മക്കളാണ്. പക്ഷെ എന്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞൂടെ? അദ്ദേഹത്തിന് വയ്യാത്ത ഒരാളാണ്. അത് മാത്രം എന്റെ സങ്കടം. എനിക്കൊരു സങ്കടവും ഇല്ല മാഡം. സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണിത്. കാരണം എന്റെ ജോലിയിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റി. അത് മാത്രമാണ് സന്തോഷം. അത് മതി എനിക്ക്. ലൗലി ചേച്ചി കൈയെടുത്ത് സംസാരിച്ചപ്പോഴാണ് കയ്യിൽ ക്യാനലൊക്കെ ഉണ്ടല്ലോ, ഒരു സൂചിയൊക്കെ കുത്തിയിട്ടുണ്ട്. എന്താണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൊന്മുടിയായിരുന്നു ലൊക്കേഷൻ. അവിടെ 6-7 ദിവസം നിന്നപ്പോൾ എനിക്ക് ബോഡി പെയിൻ ഉണ്ടായി. കാരണം മല കയറി ഇറങ്ങി ഭയങ്കര മഴയായിരുന്നു അവിടെ. അപ്പൊ ബോഡി പെയിൻ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി നാളായില്ല വർക്ക് ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ തട്ടുതട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, കുന്നുമലകളൊക്കെ ആയിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. ഇവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്. അതുകൊണ്ടായിരിക്കും ക്യാമ്പ് കുത്തിയിട്ടേക്കുന്നത്. 5-6 ദിവസമായി. ഇനി 1-ാം ദിവസം ഷൂട്ട് തുടങ്ങുകയാണ് വീണ്ടും. അതൊരു സന്തോഷമാണ്. എല്ലാവരെയും കാണാൻ പറ്റും. പിന്നെ അവര് എന്നോട് പറഞ്ഞു, ചേച്ചി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ മക്കള് തിരിച്ചറിയും, ഒരു മാറ്റം വരും. 1 വർഷമായിട്ട് ഒരു മാറ്റം വരണം, ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ 1 വർഷത്തിൽ ഒരു മാധ്യമങ്ങൾക്കോ ഒന്നും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവോ ഒന്നും കൊടുത്തിട്ടില്ല.